Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കും മുൻപ് ഉദ്ഘാടന ഫലകം സ്ഥാപിച്ചത് വിവാദമായി. പ്രതിഷേധവുമായി സിപിഎമ്മും LDF ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രംഗത്തെത്തി. തട്ടിക്കൂട്ടി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയെന്ന ആരോപണമുയർന്നതോടെ ഉദ്ഘാടനം ഫലകത്തിലൊതുങ്ങി. 2023-24 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 16 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടന്നത്. 2 വർഷമായിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മനോഹരൻ ഉദ്ഘാടകനും വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് അധ്യക്ഷയുമായുള്ള ഫലകവും പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ പഞ്ചായത്തിലെത്തിയുമില്ല. പണി പൂർത്തീകരിക്കും മുൻപ് കരാറുകാരനെ ബിൽ മാറിയെടുക്കാൻ അവസരമൊരുക്കാതെയാണ് CPM പ്രതിനിധിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മനോഹരനോട് പോലും ആലോചിക്കാതെ ഫലകം സ്ഥാപിച്ചതെന്നും CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി K. മോഹനൻ, CPM പഞ്ചായത്ത് അംഗങ്ങളായ A. ഷെരീഫ്, മിനി മോഹൻദാസ്, അബ്ദുൽ മജീദ്, വിശ്വനാഥൻ എന്നിവരും ആരോപിച്ചു. പ്രവൃത്തി രണ്ടാമതും സ്പിൽ ഓവറാകുന്ന അവസ്ഥയിലാണ്. എത്രയോ മുൻപ് പൂർത്തീകരിക്കേണ്ട പ്രവൃത്തിയാണ് പണി ഒന്നുമാവാത്ത അവസ്ഥയിലുള്ളത്. പെയിന്റിംഗ്, വയറിംഗ്, ഓഫീസ്, ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ 16 ലക്ഷം രൂപയാണ് ഓഫീസ് നവീകരണത്തിന് അനുവദിച്ചിട്ടുള്ളത്. പണി പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം അനുവദിക്കില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കാതെ ഉദ്ഘാടന ഫലകം സ്ഥാപിച്ചതിലുള്ള പ്രതിഷേധവും ഇവർ അറിയിച്ചു. നവീകരിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം പറഞ്ഞിരുന്നു. ഔദ്യോഗികമായിട്ടൊരു നോട്ടീസോ അല്ലെങ്കിൽ അറിയിപ്പോ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. പ്രസിഡന്റിനെ അന്വേഷിച്ചപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തുമില്ല, പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ സെക്രട്ടറിയെ അന്വേഷിച്ചപ്പോൾ സെക്രട്ടറി വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. സെക്രട്ടറി സ്ഥലത്തില്ല, മലപ്പുറത്തെ ഏതോ ഓഫീസിലേക്ക് എന്തോ കാര്യത്തിന് പോയതാണ്. ഇതാണിപ്പോൾ നവീകരിച്ച ഓഫീസ് കെട്ടിടം എന്ന് പറയുന്നത്. ഇത് 2023-24 പ്രോജക്റ്റാണ്. അത് സ്പിൽ ഓവറായി 24-25 വെച്ചു. ഇപ്പോൾ ഈ മാർച്ച് അവസാനമായിട്ട് ഇതിൻ്റെ പണി ഇത്രയും പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞതിൽ ഒരു, അതായത് 2 വർഷമായിട്ട് ഒന്നായിട്ടില്ല. 2 വർഷമായിട്ട് പണി ഇത്രയായിട്ടു. മാത്രമല്ല ഇതിപ്പോൾ ഈ ഓഫീസിലാണ് പണി നടക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ വർക്കിംഗ് നടക്കേണ്ട സമയം ഇതിപ്പോൾ മീറ്റിങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യുമ്പോൾ ഇന്ന് സ്റ്റാഫുകളൊക്കെ ഇവിടെ നിന്ന് നടത്തേണ്ടതാണ്. എന്നാൽ നടത്തിയില്ല. മാത്രമല്ല ഇപ്പോൾ മീറ്റിങ്ങുകളിലാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഇന്നത്തെ ഉദ്ഘാടനം മറ്റേ ദിവസത്തേക്ക് മാറ്റി പണി പൂർത്തീകരിച്ചിട്ട് മതി. നിങ്ങളുടെ കണക്ക് എത്ര ദിവസം എടുക്കുക ഇത് പൂർത്തീകരിക്കണമെങ്കിൽ? ഇതിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷം സ്പിൽ ഓവർ വർക്കാണ്. ഈ വർഷം തീർന്നിട്ടില്ല. ഇനി എത്ര പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ സ്ഥിതി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പണി തീർന്നിട്ട് മതി ഞങ്ങൾ നിലപാടെടുക്കാൻ കാരണം. 2 വർഷത്തിൻ്റെ പിന്നെ മെമ്പർമാരും മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് അറിഞ്ഞിട്ട് പോലില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന് അനുവാദം കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ പകുതി വർക്കായി പറയാൻ പറ്റില്ല. കാരണം ഇലക്ട്രിക്കൽ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇലക്ട്രിക്കൽ വർക്ക് ഇപ്പോൾ ഉള്ളത് മാറ്റിയെങ്കിൽ മാത്രമേ ഇതിൽ പെയിന്റിംഗ് അടക്കമുള്ള ബാക്കി വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് മാറ്റി കൊടുക്കണമെന്ന് കോൺട്രാക്ടർ പറഞ്ഞു എന്നിവിടെ പറയുന്നത് കേട്ടു. പക്ഷേ ഇതുവരെ അത് അവർക്ക് വർക്ക് ചെയ്യാൻ പാകത്തിൽ ഇതുവരെ തയ്യാറാക്കി കൊടുത്തിട്ടില്ല. ഇനി ഇതിനുള്ളിൽ ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ട, അലമാരകൾ സെറ്റ് ചെയ്യണം, സീറ്റ് സെറ്റ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ചുരുങ്ങിയത് ഒരു 2 ആഴ്ചത്തെങ്കിലും പണിയില്ലാതെ ഈ വർക്ക് തീർന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. മാർച്ച് 31 മുൻപ് പ്രവൃത്തി പൂർത്തീകരിച്ച് ട്രഷറിയിൽ ബിൽ നൽകിയാൽ മാത്രമേ കരാറുകാരന് തുക ലഭിക്കൂ. 2 വർഷമായിട്ടും പണി പൂർത്തീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഇവർ ആരോപിച്ചു. ഇപ്പോൾ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ ഭരണസമിതി യോഗം ചേരുന്ന ഹാളിലെ പരിമിതമായ സ്ഥലത്താണ് താൽക്കാലികമായി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇത് ജനങ്ങൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഭരണസമിതിയിലെ ഭൂരിപക്ഷത്തിന്റെ മറവിലാണ് UDF ഇത്തരം തട്ടിക്കൂട്ടൽ ഉദ്ഘാടനം നടത്തുന്നതെന്നും CPM നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.